Welcome to Khandwa Diocese. എല്ലാ ഷാലോം പ്രേക്ഷകർക്കും ഖണ്ഡ്വ റുപ്പത്തായിലേക്ക് സ്വാഗതം. ദൈവസ്നേഹത്തിൻ്റെ പുത്തൻ അനുഭൂതികളുമായി ഒരു പുതിയ ദിവസം ആരംഭിക്കുകയാണ്. ഇന്ന് കർത്താവിൻ്റെ ദിവസമാണ്, ഞായറാഴ്ചയാണ്. സൂര്യോദയത്തിന് പോലും സ്വർഗീയമായ ഒരു ചൈതന്യം അനുഭവപ്പെടുന്നുണ്ട്. നിദ്ര വിട്ടുണരാൻ മടിക്കുന്ന പർവ്വതങ്ങളെ തൊട്ടുണർത്തി മേഘശകലങ്ങൾ കടന്നുപോകുന്നു. ആകാശങ്ങളിലേക്ക് ശിരസുയർത്തി നിൽക്കുന്ന മലനിരകൾ, കാറ്റിനൊപ്പം നീങ്ങുന്ന കോടമഞ്ഞ്, കുടിവെള്ളം ശേഖരിച്ചെത്തുന്ന വനിതകൾ, കരിമ്പടം പുതച്ച് കൃഷിയിടത്തിലേക്ക് അതിരാവിലെ പുറപ്പെടുന്നവർ, പാൽ ചുരത്തിയും അയവിറക്കിയും കന്നുകാലിക്കൂട്ടങ്ങൾ. ഗ്രാമം ഉറക്കമുണരുകയാണ്. ഖണ്ഡ്വ രൂപതയിലെ ഉൾഗ്രാമത്തിൻ്റെ വിശ്വാസ ജീവിതം ചിത്രീകരിക്കാൻ ക്രമീകരിക്കപ്പെട്ടത് ജൽഖഡ എന്ന മിഷൻ സ്റ്റേഷനിലായിരുന്നു. ബരേല വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളാണ് ഇവിടെ താമസിക്കുന്നത്. കൃഷിയും കാലിമേയ്ക്കലുമാണ് ഇവരുടെ പ്രധാന ഉപജീവന മാർഗം. ചെറുപ്പക്കാരിൽ കുറേ പേർ ഗുജറാത്തിലേക്ക് പോയി ജോലി ചെയ്യുന്നുണ്ട്. നാട്ടിൽ ലഭിക്കുന്നതിനേക്കാൾ ഭേദപ്പെട്ട വരുമാനം തേടിയാണ് യുവാക്കൾ തൊഴിൽ തേടി ഗുജറാത്തിലേക്ക് വണ്ടി കയറുന്നത്. ആഴ്ചയിലൊരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴോ അവർ നാട്ടിലെത്തും. ദൈവകരുണയുടെ ദേവാലയമാണ് ഇവിടെയുള്ളത്. 2012 ഡിവൈൻ മേഴ്സി പാരിഷ് സ്വതന്ത്ര ഇടവകയായത്. അതുവരെ ചിക്ലിയ എന്ന പാരിഷിന് കീഴിലുള്ള മിഷൻ സ്റ്റേഷനായിരുന്നു ജൽഖഡ.
ഡിവൈൻ മേഴ്സി പാരിഷ് ജൽഖേഡ ഖാണ്ഡുവ രൂപതയുടെ ഏറ്റവും പുതിയ ഇടവകളിൽ ഒന്നാണ്. ഇത് സ്ഥാപിതമായത് 2012. ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നവംബർ 12-നാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വില്ലേജ് പണ്ട് മുതലേ മിഷണന്മാർ വരികയും സന്ദർശിക്കുകയും ദൈവവചനം പ്രഘോഷിച്ചതുമാണ്. ബഡവാനിയിൽ പണ്ടുണ്ടായിരുന്ന ഫാദർ ഉൾണർ, ഫാദർ അൽവാരസ് എന്നീ ബഹുമാനപ്പെട്ട വൈദികർ ചിക്ലിയ അതുപോലെ പരിസര പ്രദേശത്തുള്ള എല്ലാ ഗ്രാമങ്ങളിൽ വരികയും അതോടൊപ്പം ജൽഖേഡയിൽ വരികയും ആൾക്കാരുമായി സംസാരിക്കുകയും സമ്പർക്കപ്പെട്ട് അങ്ങനെ ദൈവവചനം പ്രഘോഷിക്കപ്പെട്ട ഒരു സ്ഥലമാണ് ജൽഖേഡ. ഇവിടുത്തെ വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞാൽ ഇവിടുത്തെ വിശ്വാസികളെല്ലാവരും ബരേല ആദിവാസി സമൂഹത്തിൽപ്പെട്ട വിശ്വാസികളാണ്. ഈ ഏരിയ കുറച്ച് ഉൾപ്രദേശമാണ്. ഇവിടെ നിന്നും ബഡവാനി ഏതാണ്ട് 45 കിലോമീറ്ററോളമുണ്ട്. ഈ ഭാഗത്തുള്ളവരുടെ വിശ്വാസം നല്ല ആഴപ്പെട്ട വിശ്വാസമാണ്. പ്രത്യേകിച്ചും ഇവിടെ വരുന്നവർക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ദൈവ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തിൽ ആഴപ്പെട്ട് വളരുന്ന ഒരു സമൂഹമാണ്. നമ്മൾ ഇവിടെ ഈ ഇടവകയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന കുറേ പേര് പ്രാർത്ഥിപ്പിക്കുന്നു, സൗഖ്യ പ്രാർത്ഥന ശുശ്രൂഷയിലെല്ലാം പങ്കെടുക്കുന്നു. അങ്ങനെ കുറേ പേർക്ക് സൗഖ്യം ലഭിച്ചു, കുറേ പേർക്ക് മാനസാന്തരം ഉണ്ടായി. അങ്ങനെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് അവർ ആഴപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അക്രൈസ്തവരായ ജനങ്ങളും പ്രാർത്ഥിപ്പിക്കുവാനുമായിട്ടും വചനം കേൾക്കുവാനുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അവർക്കെല്ലാം പലതരത്തിലും ദൈവാനുഭവവും സൗഖ്യവും ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഞായറാഴ്ചകളിൽ ഇവിടെ വലിയ ആഘോഷമാണ്. ഒരേ താളത്തിൽ ചുവടുകൾ വച്ച് ഏറെ നേരം നൃത്തം ചെയ്താണ് ഇവർ വിശുദ്ധ കുർബാനയ്ക്കായി ഒരുങ്ങുന്നത്. ഇടവകയിലെ യുവജനങ്ങളാണ് മുൻനിരയിൽ അണിനിരക്കുക. അരികിൽ ഞൊറികൾ തുന്നിച്ചേർത്ത വസ്ത്രങ്ങളും പരമ്പരാഗത വെള്ളി ആഭരണങ്ങളുമായാണ് പെൺകുട്ടികൾ വന്നിരിക്കുന്നത്. തങ്ങളുടെ ഇടവകയുടെ നാമം അനുസ്മരിപ്പിക്കുന്ന കരുണയുടെ ഈശോയുടെ ചിത്രമുള്ള ടീഷർട്ടുകൾ യുവാക്കളും ധരിച്ചിരിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ആളുകൾ എത്തുന്നതേയുള്ളൂ. അപ്പോഴേക്കും ഇവർ ശാലോം പ്രേക്ഷകർക്കു വേണ്ടി ചുവടുവെക്കുകയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന കുടുംബിനികൾ തങ്ങളുടെ കാഴ്ചകളും ശിരസിൽ ചുമന്നുകൊണ്ടാണ് വരുന്നത്. വിവാഹിതരായവർ മുഖം മറച്ചാണ് പൊതുസ്ഥലങ്ങളിൽ എത്താറുള്ളത്. അത് അവരുടെ ജീവിതചര്യയുടെ ഭാഗമാണ്. തങ്ങളുടെ വയലിലെ കാർഷിക വിളകളുടെ ഒരു ഭാഗമാണ് വിളവിൻ്റെ നാഥനുള്ള കാഴ്ചയായി ഇവർ കൊണ്ടുവരുന്നത്. കടലയും മുള്ളങ്കിയും പച്ചക്കറികളും പുഷ്പങ്ങളും മറ്റ് വിളകളും ഇത്തരത്തിൽ അവർ കൊണ്ടുവരുന്നു. അത് കൊണ്ടുവരുന്ന കുട്ടകൾക്കും ഏറെ പ്രത്യേകതകളുണ്ട്. വർണ്ണനൂലുകൾ കൊണ്ട് തുന്നി മുത്തുകളും കണ്ണാടി ചില്ലുകളും കൊണ്ട് അത് മനോഹരമാക്കിയിരിക്കുന്നു. അത് പരിശുദ്ധമായ അൾത്താരിയിൽ സമർപ്പിക്കാനുള്ളതായതുകൊണ്ട് തന്നെ മനോഹരമായിരിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. അപ്രതീക്ഷിതമായിട്ടാണ് ചാറ്റൽ മഴ പെയ്യാൻ തുടങ്ങിയത്. ദൈവകരുണയുടെ നനുത്ത സ്പർശം പോലെ ആ പ്രഭാതത്തിൽ നനച്ചിരിക്കാതെ വന്ന ആ മഴ അനുഭവപ്പെട്ടു. ഇവരുടെ സംസ്കാരം, ഇവരുടെ കൾച്ചറെല്ലാം നല്ല ഒരു കളർഫുള്ളാണ്. ഇവരുടെ സംസ്കാരത്തിൽ പാട്ട്, നൃത്തം അതെല്ലാം അവരുടെ സംസ്കാരത്തിൻ്റെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമാണ്.
നമ്മൾ അതൊക്കെ ഒന്ന് കണക്കിലെടുത്തുകൊണ്ട് അതിൽ തന്നെ അവരെ വിശ്വാസത്തിൽ പരിശീലിപ്പിക്കാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നു. അങ്ങനെ ലിറ്റർജിയിലും കുർബാനയിലും എല്ലാം അവരുടെ സംസ്കാരത്തിലെ ചില കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ലിറ്റർജിയുടെ നിയമങ്ങളൊന്നും തെറ്റിക്കാതെ തന്നെ അത് നമ്മൾ പ്രാവർത്തികമാക്കാനായിട്ട് പരിശ്രമിക്കുന്നു. പിന്നെ അവരുടെ കലാരീതികളിലെല്ലാം നമ്മൾ കുറച്ചൊക്കെ വചനാനുഷ്ഠിതമാക്കിക്കൊണ്ട് അവരുടെ ഉത്സവങ്ങളും അവരുടെ കലാരൂപങ്ങളൊക്കെ നമ്മൾ വീണ്ടും പ്രൊമോട്ട് ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുന്നത്. അങ്ങനെ ഒരു നല്ലൊരു ആക്റ്റീവ് പാരിഷായിട്ട് ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇടവകയാണ് ഡിവൈൻ മേഴ്സി പാരിഷ് ജൽക്കേട. വിശുദ്ധ കുർബാന ആരംഭിക്കാറായി. ഫാദർ ലൈജോ പൂണൂലിൽ ആണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. കാർമ്മികനെ ബലിപീഠത്തിലേക്ക് ആനയിക്കുന്നതും നൃത്ത ചുവടുകളോടെയാണ്. യുവാക്കളുടെ കയ്യിൽ പ്രത്യേക കിലുക്കവാദ്യവും പെൺകുട്ടികളുടെ കയ്യിൽ വർണ്ണത്തൂവാലകളും ഉണ്ട്. അകമ്പടി വാദ്യമായി പെരുമ്പറയും തളികയും മാത്രം. പെരുമ്പറയുടെ തടി വലിയ വൃക്ഷത്തിൻ്റെ കടഭാഗം മുറിച്ചെടുത്ത് തുരന്നുണ്ടാക്കിയതാണ്. അത് ശരീരത്തിൽ താങ്ങി നിന്ന് പൊട്ടുന്നത് പ്രയാസം നിറഞ്ഞ ഒരു ജോലി തന്നെയാണ്. എങ്കിലും ദൈവമഹത്വത്തിനായാണ് തങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ പെരുമ്പറയുടെ ഭാരമൊന്നും ഇവർക്ക് ഒരു പ്രശ്നമേ അല്ല. ദേവാലയത്തിനകം തോരണങ്ങളും ബലൂണുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അൾത്താരയും വിരികൾ കൊണ്ടും പുഷ്പങ്ങൾ വച്ചും മനോഹരമാക്കിയിട്ടുണ്ട്. വിശുദ്ധ കുർബാന ആരംഭിക്കുകയാണ്. ദേവാലയം നിറയെ വിശ്വാസികൾ എത്തിക്കഴിഞ്ഞു. पिता और पुत्र और पवित्र आत्मा के नाम पर। हमारे प्रभु यीशु ख्रिस्त की कृपा, ईश्वर का प्रेम तथा पवित्र आत्मा का साहचर्य आप सबों को प्राप्त हो। योहन अपने 2 शिष्यों के साथ वहाँ था। उसने यीशु को गुजरते देखा और कहा, देखो ईश्वर का मेमना। दोनों शिष्य उसकी यह बात सुनकर यीशु के पीछे हो लिए। यीशु ने मुड़कर उन्हें अपने पीछे आते देखा और कहा, क्या चाहते हो? उन्होंने उत्तर दिया, रबी अर्थात गुरुवर, आप कहाँ रहते हैं? यीशु ने उनसे कहा, आओ और देखो। हालेलुया। आज का सुसमाचार में ईश्वर के वचन हमें ऐसे समझाते हैं कि अमुक आजे किस प्रकार एक दूसरे को यीशु का अनुभव देना है, बांटना है।
സുവിശേഷ വായനയ്ക്കു ശേഷം പ്രാദേശിക ഭാഷയിൽ ലൈജോ അച്ഛൻ വചനം വ്യാഖ്യാനിക്കുന്നു. അത് താൽപര്യപൂർവം ശ്രവിക്കുന്ന വിശ്വാസികൾ उस समय के मंदिर के याजक एली के साथ मंदिर में ईश्वर के मंजूषा के साथ उनके पास में सो रहे थे. रात के समय सामुएल को ईश्वर की आवाज सुनाई पड़ी. പ്രാദേശിക ഭാഷകളിൽ വിശ്വാസ പാഠങ്ങൾ പരിശീലിച്ചാൽ മാത്രമേ അത് ഹൃദയത്തിൽ പതിയുകയുള്ളൂ. അതുകൊണ്ടുതന്നെ മിഷണറി വൈദികർ പ്രാദേശിക ഭാഷ പരിശീലിച്ച് തദ്ദേശീയരുടെ നാട്ടുഭാഷയിലാണ് വചനം പ്രസംഗിക്കുന്നത്. ഇവിടത്തുകാരുടെ മനസ്സറിഞ്ഞ് ലൈജു അച്ഛൻ വചനം പങ്കുവെക്കുന്നതും ശ്രദ്ധാപൂർവം ഇടവക ജനം അത് കേട്ടിരിക്കുന്നതും മിഷൻ യാത്ര ഓർമ്മകളിൽ എന്നും മായാതെ നിൽക്കുന്ന ഒരു ദൃശ്യമായിരിക്കും. ഇനി കാഴ്ച സമർപ്പണത്തിൻ്റെ സമയമാണ്. ഗായക സംഘം സമർപ്പണ ഗാനമാലപിക്കുമ്പോൾ തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കാഴ്ചകളുമായി വനിതകൾ നൃത്തച്ചുവടുകളോടെ അൾത്താരയിലേക്ക് നീങ്ങുന്നു. വെള്ളിക്കൊലുസുകളും തളകളും അണിഞ്ഞ കാലുകൾ മാറ്റി മാറ്റി ചുവടുവെച്ച് അവർ നീങ്ങുകയാണ്. തങ്ങളെ കാത്തുപരിപാലിക്കുന്ന, അന്നു വേണ്ട ആഹാരം തരുന്ന സ്വർഗസ്ഥനായ പിതാവിനുള്ള കാഴ്ചകളുമായി അവർ അൾത്താരയെ സമീപിക്കുകയാണ്. കാഴ്ചകൾ സ്വീകരിച്ച് കാർമ്മികൻ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. यीशु मेरे नाम मैं करता हूँ तेरी आराधना तेरी स्तुति. इसी भांति भोजन के बाद उन्होंने कटोरा लिया, तुझे धन्यवाद दिया और उसे अपने शिष्यों को देते हुए कहा, तुम सब इसे लो और पीओ, यह मेरे रक्त का कटोरा है, नवीन और अनंत व्यवस्था का रक्त, जो तुम्हारे और सबों के पापों की क्षमा के लिए बहाया जाएगा. तुम मेरी स्मृति में यह किया करो. तू मेरा जीवन सर्वस्व भी है, तेरी आराधना तेरी स्तुति. Ukela
വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഒരു ലഘുഭക്ഷണമുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സുലഭമായ ഭേൽപൂരിക്ക് സമാനമായ വിഭവമാണ് വിശുദ്ധ കുർബാനയ്ക്കു ശേഷം വിതരണം ചെയ്തത്. അതിനുശേഷം അവർ വീണ്ടും നൃത്തം ചെയ്യാൻ ആരംഭിച്ചു. ഇത്തവണ കുട്ടികളും മുതിർന്നവരുമെല്ലാം ഒന്നിച്ച് ചുവടുകൾ വെച്ച് സംഘമായാണ് നൃത്തം ചെയ്യുന്നത്. ദൈവത്തെ സ്തുതിച്ച് ദീർഘസമയം പാട്ടും നൃത്തവുമായി ഇടവക സമൂഹം ഒന്നിച്ച് സമയം ചിലവിടും. ദൈനംദിന ജോലികളിൽ നിന്നുള്ള ഒരു ഇടവേള കൂടിയാണ് ഇവർക്ക് ഈ ദിവസം. അതുകൊണ്ടുതന്നെ പ്രായമായവരും കുട്ടികളും ചുവടുവെച്ച് സംഘത്തോടൊപ്പം ചേരുന്നു. ക്യാമറയുള്ളതുകൊണ്ട് അത്രയും സമയം മടിച്ചു നിന്ന സിസ്റ്റേഴ്സും ഒടുവിൽ അവരോടൊപ്പം കൂടി. ഒന്നിച്ച് ഒരു മനസ്സും ഒരു കുടുംബവുമായി മാറിയ ഒരിടവകയുടെ നിഷ്കളങ്കമായ കൂട്ടായ്മയാണ് ഇത്. ഇത്തരത്തിൽ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ കൂട്ടായ്മയും സ്നേഹവും അനുസ്മരിപ്പിക്കുന്ന മിഷൻ ഇടവകകൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കഴിയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനു വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന സഭയുടെ ഒരു പ്രതിനിധിയാണ് ഈ സമൂഹവും. പാരമ്പര്യ വേഷവും വെള്ളിയാഭരണങ്ങളുമണിഞ്ഞ് നിഷ്കളങ്കമായ സ്നേഹത്തോടെ തൻ്റെ നാഥനായ ക്രിസ്തുവിനെ കാത്തിരിക്കുന്ന മണവാട്ടി തന്നെയാണ് നമ്മുടെ തിരുസഭ. സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ അകലങ്ങളിലായിരിക്കുന്ന മിഷണറി വൈദികരെയും സന്യസ്തരെയും ക്രൈസ്തവ സമൂഹങ്ങളെയും കൂടി ഓർക്കണമെന്ന് ഇത്തരം മിഷൻ യാത്രകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഭരേല ആദിവാസി വിഭാഗത്തിനിടയിൽ പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് ഭജൻ മണ്ഡലി. ഇവിടുത്തെ ആദിവാസി സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു കലാരൂപമാണ് ഭജൻ മണ്ഡലി. ഭജൻ മണ്ഡലി എന്ന് പറഞ്ഞാൽ കഥകൾ പാട്ടുകളുടെ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് സമൂഹത്തെ ബോധവൽക്കരിക്കാനും അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുവാനും ഉപയോഗിക്കുന്ന ഒരു കലാരൂപമാണ്. ക്രൈസ്തവരായ ഈ സമൂഹത്തിൽപ്പെട്ടവർ ഈ കലാരൂപത്തെ വീണ്ടും പുതുക്കിയിട്ട് ബൈബിളിൽ നിന്നുള്ള കഥകൾ, ബൈബിളിൽ നിന്നുള്ള സംഭവങ്ങൾ, ഉൽപ്പത്തിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ പാട്ടുരൂപത്തിലാക്കുകയും ഈ ഭജൻ മണ്ഡലിയിലൂടെ ഈ പാട്ടുകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനായിട്ട് ഈ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നവർ കൂട്ടമായി ഇരിക്കുകയും മറ്റുള്ളവർ അവരോട് ചേർന്ന് ഇരിക്കുകയും അങ്ങനെ എല്ലാവരും കൂടി പാട്ട് ഏറ്റുപാടിക്കൊണ്ട് കൈകളടിച്ചുകൊണ്ട് വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മിക്കവാറും രാത്രി മൊത്തം പാട്ടുകൾ പാടി
ബൈബിളിലെ കഥകൾ അവർ അവതരിപ്പിക്കുന്നു. ഇങ്ങനെ ഈ പാട്ടുകൾ പാടുന്നത് വഴി നമുക്കറിയാവുന്ന പോലെ ഇവിടുത്തെ ഭൂരിഭാഗം ആൾക്കാരും നിരക്ഷരരാണ്, അക്ഷരവിദ്യാഭ്യാസമില്ലാത്തവരാണ്, ബൈബിൾ സ്വന്തമായി വായിക്കാനും അറിയാൻ പാടില്ലാത്തവരാണ്. അങ്ങനെ ഈ പാട്ടുകൾ, ബൈബിളിൽ നിന്നുള്ള കഥകൾ പാട്ടുരൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ ദൈവവചനവും വചനത്തിലെ ബൈബിളിലെ പല കഥകളും ഓർമ്മിപ്പിക്കുവാനും അത് ഏറ്റുപാടുവാനും അവർക്ക് കഴിയുന്നു. ഇത് വചനപ്രഘോഷണ രംഗത്ത് വളരെയേറെ സുപ്രധാനമായ ഒരു പങ്ക് വഹിച്ച ഒരു കലാരൂപമാണ് ഭജൻമണ്ഡലി. പഴയകാലം തൊട്ട് മിഷണറിമാർ ഭജൻമണ്ഡലി പാടുന്നവരെ രാത്രിയാമങ്ങളിൽ, പ്രത്യേകിച്ച് സമ്മർ സീസൺ, വേനൽക്കാലത്ത് രാത്രിയാമങ്ങളിൽ വില്ലേജിൽ ചെന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടി ഇങ്ങനെ പാട്ടുകൾ പാടി വചനം പാട്ടുരൂപത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. നമ്മുടെ നാട്ടിലേതുപോലെ സിനിമ, നാടകം, ഗാനമേള തുടങ്ങിയ കലാരൂപങ്ങളൊന്നും ഇവിടത്തുകാർക്ക് അത്ര പരിചിതമല്ല. നഗരത്തിൽ നിന്നും കിലോമീറ്ററുകൾ അകലെ താമസിക്കുന്ന ഇവർക്കിടയിൽ വൈദ്യുതിയുള്ള ഭവനങ്ങൾ തന്നെ കുറവാണ്. ഇവരുടെ കലാരൂപങ്ങളും കലാസ്വാദനവും ഈ ഭജൻ മണ്ഡലി പോലെയുള്ളവയാണ്. ഖണ്ഡുവ രൂപതയിലെ ഒരു മാതൃകാ ഇടവകയായി വേണം ജൽഖഡയെ മനസ്സിലാക്കാൻ. അതുകൊണ്ടുതന്നെ ഇവിടുത്തെ മിഷൻ വിശേഷങ്ങളും കാഴ്ചകളും തീരുന്നില്ല. ഡിവൈൻ മേഴ്സി പാരിഷിൽ മാസത്തിലൊരിക്കൽ നടത്തുന്ന ഏകദിന ആരാധനയും സൗഖ്യപ്രാർത്ഥനയും ഇവിടത്തുകാരുടെ മറ്റൊരു കലാരൂപമായ ദർഭ ഡാൻസും ശാലോം പ്രേക്ഷകർക്കായി അടുത്ത ദിവസം ചിത്രീകരിക്കണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങൾ താമസ സ്ഥലത്തേക്ക് മടങ്ങുകയാണ്.